ഇപ്പോൾ ഈ OTT പടം ഒന്ന് വിജയിച്ചോടുകൂടി ഞാൻ കുറേ പേജുകൾ എടുത്ത് നോക്കി. ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്ന് കഴിഞ്ഞാൽ അശ്വന്ത് കോക്കിനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ്. അതിൽ വരുന്ന കമൻറ്റുകൾ, നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇത്ര നല്ല സിനിമ എനിക്ക് കാണാൻ കഴിയാതെ പോയത്. അത്തരം കമൻറ്റുകൾ മാത്രം സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ അശ്വന്തിനെതിരെയാണ്, കോക്കിനെതിരെയാണ് അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, ഇപ്പം കോക്ക് എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക, അയാളുടെ ജീവിതമാർഗമായിട്ട് കാണുന്നൊരു പരിപാടി അല്ലേ. അപ്പം അയാളെപ്പോലത്തെ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഷ. ഇല്ലെങ്കിൽ അയാൾക്ക് സിനിമ ഇഷ്ടപ്പെടാതിരിക്കാം, എല്ലാ ആർട്ട് ഫോമിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല അലിബായി. അപ്പം ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. അത് പറയുന്നൊരു ഭാഷയുണ്ട്, അത് പറയുന്നൊരു രീതിയുണ്ട്. അതിൽ പറഞ്ഞോളൂ, എന്ത് രസമാണ്. എനിക്കറിയാവുന്ന ഒരു വളരെ വലിയൊരു ഡയറക്ടറിൻ്റെ കുട്ടി സ്കൂളിൽ പോകുന്നില്ല, കാരണം ഇയാൾ വിളിക്കുന്ന ഇരട്ട പേര് കാരണം കൂട്ടുകാരുകളെ ഇതുണ്ടാകുന്നൊരു മെൻ്റൽ ട്രോമ ഭയങ്കര വലുതാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരിടയ്ക്ക് ഷൺകോക്ക് പറയുകയും ചെയ്തിരുന്നു, മയക്കത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് നിർത്താമെന്ന്. എന്നാൽ പേര് പറയുന്നില്ല. ഈ കുട്ടി എങ്ങനെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് വീണ്ടും ഇദ്ദേഹം പറഞ്ഞ ഹർട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണും. സ്ഥിരം മോഹൻലാൽ ചിത്രം ചെയ്യുന്ന തിരക്കഥാകൃത്ത്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സിനിമ അശ്വന്ത് കോക്ക് പറഞ്ഞാലും ആര് പറഞ്ഞാലും കാണുന്ന പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അവർക്ക് താല്പര്യം തോന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരാഴ്ചയോളം ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ച് കാണിക്കും. ടിക്കറ്റ് ഓൾറെഡി ബുക്ക്ഡാണ്. ബുക്ക് മൈ ഷോ എടുത്താൽ ഫുൾ ബുക്ക്ഡാണ്. നമ്മൾ ചെന്ന് കഴിയുമ്പം ടിക്കറ്റ് കിട്ടും, പക്ഷേ ഓൺലൈൻ നോക്കുമ്പോൾ ബുക്ക്ഡാണ്. ഇതാണ് സിനിമ നടക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ വാർത്തകളിലൊക്കെ ഒരുപാട് വരുകയും ചെയ്തിട്ട് ഏഷ്യാനെറ്റും മനോരമയിലൊക്കെ വാർത്തയിൽ അവരുടെ റിപ്പോർട്ടേഴ്സ് ഇത് അന്വേഷിച്ച് പോവുകയും ഇത് വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിത്രം സിനിമാക്കാർ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമാണ്, തിയേറ്ററിൽ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അവർ പറയാൻ പോകുന്നത് OTTയിൽ പടം സക്സസ് ആയിരുന്നു. OTTയിൽ ഫ്ലോപ്പ് ആകുകയാണെന്ന് അവർ പറയും, തിയേറ്ററിൽ സക്സസ് ആയിരുന്നെന്ന് പറയും. പ്രശ്നം തോന്നല്ലേ. പിന്നെ പൈസ മുടക്കിയ കേസാണ്, അവർക്കൊരു ഊരി എടുക്കണം, അതുകൊണ്ട് അവർ അത് പറയുന്നു. ഇപ്പോഴും തിയേറ്ററിൽ പിറങ്ങുന്ന പടത്തിന് സിനിമാ പ്രവർത്തകർ പറയുന്നതാണ്, ഞങ്ങളുടെ പടം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിച്ച് തരണം. ഞാൻ ചോദിച്ചോട്ടെ, ഏതിലൊരു ഡയറക്ടറോ ഏതിലൊരു ആക്ടറോ അവരുടെ പ്രൊഡക്ഷൻ വഴി ചെയ്തിരിക്കുന്ന പടം വിജയിപ്പിച്ച് തന്നതിൻ്റെ പേരിൽ പ്രേക്ഷകർക്ക് ഒരു മിഠായി എല്ലാം കൊടുത്തിട്ടുണ്ടോ? ഒരു മിഠായി എല്ലാം ഇല്ല. വെറുതെ വിജയിപ്പിക്കും. ഇതൊരു ബിസിനസ്സാണ്. വിജയിപ്പിക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ നല്ലത് ചെയ്താൽ വിജയിപ്പിക്കും. നല്ലതല്ലെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി 2-3 മണിക്കൂർ ഇരുന്നിട്ട് അവർക്കത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവർ മോശം അഭിപ്രായം പറയും. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു 25% ജനം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക, എന്തായിരിക്കും അവർക്കങ്ങനെ നമ്മൾ ചിന്തിക്കുക. 50% ജനം പറയുകയാണ് അത് കൊള്ളില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റീതിങ്ക് ചെയ്യണം, എന്താണ് നമ്മൾ ചെയ്ത വർക്ക്. നമ്മൾ ആ ഡയറക്ടറും പ്രൊഡ്യൂസറും ആക്ടറൊക്കെ എവിടെയാണ് പിഴവുണ്ടായത്. ഒരു ആക്ടറിനെ സംബന്ധിച്ച് ആ വർക്ക് കഴിഞ്ഞാൽ അയാൾ ഗുഡ് ബൈ പറഞ്ഞു വരും. ഒരു ഡയറക്ടറിനെ സംബന്ധിച്ച് അയാളുടെ കരിയറിൻ്റെ പ്രശ്നമാണ്. അയാൾ അത് തിങ്ക് ചെയ്യണം, എന്താണ് അവിടുത്തെ പ്രശ്നം. പ്രൊഡ്യൂസറും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും, ഡയറക്ടറും റൈറ്ററും തിങ്ക് ചെയ്യണം, എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നം. ഇനി പടം 75% ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബമ്പർ ഹിറ്റാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജനം ഇഷ്ടപ്പെട്ടു. നമ്മൾ അങ്ങനെയാണ് നമ്മളെ തന്നെ വിലയിരുത്താനുള്ളൊരു അവസരമാണ്. അല്ലാതെ ഞാൻ നന്നാവില്ല അമ്മാവ എന്നെ തല്ലണ്ട എന്നുള്ള മനോഭാവത്തിൽ വീണ്ടും 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 ജനങ്ങൾക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കഥയും പശ്ചാത്തലവും മുമ്പോട്ട് വെച്ചിട്ട് എൻ്റെ പടം ജനം അംഗീകരിക്കുന്നില്ല, ഇത് ഡീഗ്രേഡിംഗ് ആണ്. ഒരു വിഭാഗം ചേർന്ന് എൻ്റെ പടത്തെ ഡീഗ്രേഡ് ചെയ്യുകയാണ്. ഈ സിനിമാ പ്രവർത്തകരെ ഡീഗ്രേഡ് ചെയ്യുന്ന സിനിമാ പ്രവർത്തകർ തന്നെയാണ്. ഒരാൾ നടൻ്റെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം അവർ തന്നെ മാറിയെന്ന് പറയും. ഇപ്പം നമുക്കറിയാം, ഉണ്ണിമൂന്നിൻ്റെ മാർക്കോ വന്നു. പടത്തെക്കുറിച്ച് ജാഫർ ഇടുക്കി തൻ്റെ പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ വർക്കിനിരിക്കുകയാണ്. പറഞ്ഞ ഡയലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാർക്കോ കൂർക്കോ അതൊക്കെ തന്നെ അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. സുരാജ് പഞ്ഞാലം പടം കണ്ടില്ലേ, നമ്മുടെ പടത്തിൻ്റെ അകത്ത് ഇങ്ങനെ വെട്ടും കൂത്തുമൊന്നും ഇല്ലെന്ന്. സിനിമാ പ്രവർത്തകർ തന്നെ തൻ്റെ സഹപ്രവർത്തകരുടെ പടങ്ങൾ ഡീഗ്രേഡ് ചെയ്യുന്ന, അല്ലാതെ ഇവിടെ സാധാരണക്കാരൻ ജോലിക്കാരൻ എന്തിലൊക്കെ പണിയും ചെയ്ത് മടത്തി തിയേറ്ററിൽ വന്നൊരു പടം കണ്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ, അവർക്കൊന്നും ഇവിടെ വന്ന് നിങ്ങളുടെ പടം ഡീഗ്രേഡ് ചെയ്തിട്ട് ഒന്നും ചെയ്യാനില്ല. ഒരു വിഭാഗം ചേരുന്ന എല്ലാ ആഴ്ചയിലും നിങ്ങൾ തന്നെയാണ് തിയേറ്ററിൽ കയറ്റുകയും ഓരോരോ പുതിയ പുതിയ അണ്ണന്മാരെ രൂപീകരിച്ചെടുക്കുക, അണ്ണന്മാർക്കുള്ള പൈസ കൊടുക്കുന്നത് നിങ്ങളെപ്പോൾ ഓരോ സിനിമാ പ്രവർത്തകർ തന്നെയാണ്. ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നെ പല വ്യക്തികൾക്കും പൈസ കൊടുത്ത് ചെയ്യിക്കുന്നത്, നെഗറ്റീവ് റിവ്യൂവും പോസിറ്റീവ് റിവ്യൂ ഒക്കെ ചെയ്യുന്നത് നിങ്ങളെപ്പോലുള്ള ഓരോ സിനിമാ പ്രവർത്തകർ തന്നെയാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് നിങ്ങളുടെ പടം വിജയിച്ചാലും പൊട്ടിയാലും ഒന്നുമില്ല സുഹൃത്തെ, അതാണ് നഗ്ന സത്യം. നിങ്ങൾക്കതൊക്കെ അറിയാം, പക്ഷെ എന്നാലും നിങ്ങൾ കപട നാടകം ചെയ്യുന്നത് വളരെ മോശമാണ്. ജനങ്ങൾക്ക് എന്താ വേണ്ടത്? ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഒരു സിനിമ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ഒരു മനുഷ്യർക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർ ആസ് യൂഷ്വൽ വന്ന് കാണുന്നു,
കണ്ടെങ്കിൽ നല്ലതാണ് നല്ലത്, മോശമാണെങ്കിൽ മോശം എന്ന് പറയും. OTT വരുമ്പോഴും അവരിരുന്ന് കാണും. മോശം പടമാണെങ്കിൽ പോലും എല്ലാ ജനങ്ങളും അത്യാവശ്യം കാണാം. ഹോളിഡേയ്സുകളിലും ഫ്രീ ടൈമൊക്കെ ഉള്ളവർ വെറുതെ സമയം പോക്കിന് വെക്കും. അതുകൊണ്ട് ഒരു പടം ഒരു വ്യക്തിയുടെ ചോയ്സാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, റിവ്യൂ മൂലം ഒരിക്കലും ഒരു പടവും നശിക്കുന്നില്ല എന്നുള്ളതാണ് നഗ്ന സത്യം. അത് സിനിമാ പ്രവർത്തകർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. പക്ഷേ ഒരു സിനിമ പരാജയപ്പെട്ട് കഴിയുമ്പം ആ സിനിമയുടെ പരാജയം ആടെ എല്ലാം തലയിൽ വെക്കുക. ഇപ്പം രാഷ്ട്രീയക്കാർ, ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, BJP ഉണ്ട്. ഇതിൻ്റെ അകത്ത് കോൺഗ്രസ് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പറയും കോൺഗ്രസ്സിന് BJP വോട്ട് മറിച്ചു, അതുകൊണ്ടാണ് നമ്മൾ തോറ്റ് കോൺഗ്രസ് ജയിച്ചത്. ഇനി മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പറയും BJP മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് മറിച്ചു, അതുകൊണ്ട് നമ്മൾ തോറ്റ്. അവർ ഒത്തുകളിയാണ്, അവർ കയ്യങ്ങനെ നമ്മൾ അവർ ഭയങ്കര കളിയാണ്, BJP ആയിട്ട് കളിയാണ്. ഇനി BJP ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയും കോൺഗ്രസ് പറയും മാർക്സിസ്റ്റ് പാർട്ടി അങ്ങോട്ട് മറിച്ചു, മാർക്സിസ്റ്റ് പാർട്ടി പറയും കോൺഗ്രസ് അങ്ങോട്ട് മറിച്ചു. രണ്ടുപേരുടെ പിന്നെ പറയും വർഗീയ ശക്തികൾ നാടിന് വിപത്താന്ന് പറയും. ഇതേ പ്രക്രിയ തന്നെയാണ് പടം പൊട്ടിക്കഴിഞ്ഞാൽ റിവ്യൂവേഴ്സിന് തള്ളവെക്കുക, ഡീഗ്രേഡിങ്. എങ്ങനെയൊന്നും ഊരി പോരണ്ടേ, ആരെങ്കിലും ചോദിക്കണം. ഞാൻ ഡയറക്റ്റ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കല്ല, എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ മിസ്റ്റേക്കല്ല, ആ റിവ്യൂവേഴ്സാണ് പടം പൊട്ടിച്ചത്. ഇതാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ പറയുന്നവരേ ഉള്ളൂ. ഇപ്പോൾ കൽബിൻ്റെ റിവ്യൂ പറയുന്നവരെ ചിലപ്പോൾ എന്നെ ബാധിക്കുന്നുള്ളതായിരിക്കും. അതിന് മുമ്പ് ഞാനും പല ഇയാളുടെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് അയാൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അതിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അധികകാലം ഉണ്ടാവില്ല. ഇതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനിലോട്ടായി, മനസ്സിലായില്ലേ? ഇപ്പം അതിലൂടെ ഇയാൾ ഇല്ലാണ്ടാക്കുന്ന ഇപ്പോൾ ഇദ്ദേഹം ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയെ പറഞ്ഞാൽ അതിനെ ബാധിക്കില്ല. എങ്ങനെ ബാധിക്കില്ല? ഒരു ബാധിക്കില്ല. അതിന് ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയില്ലേ? കാര്യം അതിനെ ഓപ്പോസിറ്റ് ചെയ്യാനുള്ള ഫാൻ സപ്പോർട്ടും സിനിമാറ്റിക് സപ്പോർട്ടും ഡയറക്ടർ വാല്യൂ ഒക്കെ ആ സിനിമയ്ക്കുണ്ട്. പക്ഷെ ഇതുപോലുള്ള സിനിമകളൊക്കെ ഭയങ്കര പാടാണ്, മനസ്സിലായില്ലേ? പിന്നെ പൊങ്ങി വരാൻ അല്ലെങ്കിൽ തിയേറ്റർ സപ്പോർട്ട് വേണം, അതുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പണ്ടത്തെ ഒരു കാലഘട്ടം നമ്മൾ സൂര്യ TV പടം കാണാതിരിക്കും. ഏത് ചവറ് പടം വന്നാലും മിനി സ്ക്രീനിൽ ആദ്യമായി ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം വെച്ച് കഴിയുമ്പോൾ എൻ്റെ പൊന്നെ നമ്മൾ തലയ്ക്ക് ഭ്രാന്തായിട്ട് പലപ്പോഴും നമ്മൾ നിർത്താം. ചില സമയങ്ങളിലൊക്കെ നമ്മൾ നിവൃത്തികളോട് നിന്ന് കാണും. ദൂരദർശനിലൊക്കെ ഒരു കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത മൂവി വീണ്ടും റിപ്പീറ്റഡ് ഇട്ടാൽ പോലും നമ്മൾ കാണും. കൂറെ എടുത്താലും ബ്ലോക്ക് ബസ്റ്റർ എന്ന് എഴുതി പരസ്യവും തള്ളിക്കയറ്റി നമ്മുടെ ഗതി കിട്ടും. ഇന്ന് നമുക്ക് യൂട്യൂബ് വന്നു, മറ്റ് രാജ്യങ്ങളിലെ പടങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നത്, OTT പ്ലാറ്റ്ഫോം വന്നു, വിദേശ രാജ്യങ്ങളിലുള്ള പടങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങി, നമ്മൾ അതിനെ വിലയിരുത്താൻ തുടങ്ങി. നമ്മുടെ ചിന്താഗതി പോയി, നമ്മുടെ മാനസികാവസ്ഥ മാറി, നമ്മുടെ ഒരു വിഷൻ മാറി സിനിമയെക്കുറിച്ചുള്ള. അപ്പം ഇവരിത്ര നാൾ കാണിച്ച നമ്പറുകളൊന്നും പറ്റില്ലെന്ന് മനസ്സിലായി. സിനിമയ്ക്കകത്ത് അപ്ഡേഷൻ വേണം. അതിപ്പോൾ തിരക്കഥയാണെങ്കിലും ഡയറക്ഷനാണെങ്കിലും ക്യാമറയാണെങ്കിലും നമ്മളൊക്കെ ഒരു കാലത്ത് ഇട്ടിരുന്ന വസ്ത്രശൈലി, ആ ശൈലിയാണോ നമ്മൾ ഇന്നിടുന്ന വസ്ത്രത്തിന്? ശൈലി മാറി. മുണ്ടും ഷർട്ടും തന്നെയായിരിക്കും, മുണ്ടിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്, ഷർട്ടിൽ ഉപയോഗിക്കുന്ന ഡിസൈൻസ് വന്നു. പണ്ടൊക്കെ പ്ലെയിൻ ഷർട്ടായിരുന്നു. എത്ര സ്ട്രെച്ച് പറയാൻ പറ്റും നമുക്ക് എത്ര ബ്രാൻഡ് കേരളത്തിൽ തന്നെ വണ്ടി ഓടുന്നുണ്ട്? നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആലോചിച്ചെടുക്കേണ്ടി വരും. അത്രയ്ക്കും പണ്ടൊക്കെ ഒരു 90കളിലൊക്കെ 2000 തുടക്കങ്ങളിലൊക്കെ നമുക്ക് ഒറ്റടി ഏതൊക്കെ കാറിൻ്റെ മാരുതി, അംബാസഡർ, ഹോണ്ട, ബെൻസ്, ഇവിടെ കൂടെ നമ്മൾ നിന്നു. നമുക്ക് ബ്രാൻഡില്ല. ഒരു ബൈക്കിന് വെച്ചാൽ ബുള്ളറ്റ്, ഹീറോ, ഹോണ്ട, യമഹ, തീർന്നു, തീർന്നു നമ്മുടെ. ഇന്നിപ്പോൾ എത്ര ബ്രാൻഡാണ്? നമുക്ക് ആലോചിക്കണം. പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ ആലോചിച്ച് പറയേണ്ടി വരും. കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമ്മുടെ ചിന്താഗതി മാറണം. കാരണം യുവാക്കളാണ് ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ ചെല്ലുന്നത്. ഒരുമാതിരിപ്പെട്ട യുവാക്കളെല്ലാം നാട് വിട്ടുപോയി. പിന്നെ നാട്ടിലുള്ള യുവാക്കൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ല അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ സിനിമ എടുക്കാൻ പഠിക്കുക. അല്ലാതെ നമ്മുടെ ഡൈജഷൻ അവരിലോട്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. കാലഘട്ടത്തിൻ്റെ പഴയ റിപ്പീറ്റഡ് ആയിട്ടുള്ള ലവ് സ്റ്റോറീസ്, പഴയ ചാക്കോച്ചൻ്റെ ഒക്കെ ചിത്രങ്ങൾ, അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ വർക്കൗട്ടാവും. ഇന്നൊന്നും അങ്ങനത്തെ പ്രണയകഥകൾ, ദുരന്തകഥ, പ്രണയവും ദുരന്തവും അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ജനം അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാലഘട്ടം മാറുന്നതനുസരിച്ച് തിരക്കഥാകൃത്തുക്കളുടെ ചിന്താഗതി മാറുക. നമ്മൾ മാറ്റങ്ങൾ വരുത്തുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്കൊരു പടം കാണാൻ തോന്നിക്കുക, നമ്മൾ ഫ്രീ ആണെന്ന് വണ്ടി എടുക്കാൻ പോകുക, നമ്മൾ റിവ്യൂ കാണുമായിരിക്കും, പക്ഷേ അതൊന്നും ബാധകമല്ല. റിവ്യൂ ഒരു സൈഡിൽ കൂടെ പോകും, പടം കാണുന്ന വേറൊരു സൈഡാണ്. നമ്മളിപ്പോൾ ഒരു വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഹോട്ടലിൻ്റെ റിവ്യൂ നോക്കിയിട്ടാണ് നമ്മൾ കയറുന്നത്? ഇല്ല. അതുപോലെ തന്നെയാണ് യാത്ര ചെയ്യുമ്പം റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുന്നത്. കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ നോക്കും, അത്യാവശ്യം കഴിച്ച് നോക്കുമ്പോൾ ഓക്കെ, ഇഷ്ടമില്ല നമ്മൾക്ക് മടുത്തിട്ടിട്ട് പോകും. നമ്മൾ പൈസ എന്നാലും നമ്മൾ കൊടുക്കാറുണ്ട്. ചേട്ടാ എന്താ കഴിച്ച് മതി, എത്ര ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയെന്ന്. അതുപോലെ തന്നെയാണ് സിനിമാക്കാരൊരു പ്രോഡക്റ്റിനാണ് വിൽക്കാൻ മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ പറയും. ഇപ്പോൾ ഒരു കാർ ടെസ്റ്റ് ഡ്രൈവിന് പോയാൽ തന്നെ നമ്മൾ എനിക്ക് ഓടിച്ചിട്ട് നമ്മൾ സാറേ നാളെ എടുക്കാം, അടുത്ത ആഴ്ച എടുക്കുവാണോ? ഇല്ല, ഞാൻ ഇപ്പം മാരുതിയുടെ ഷോപ്പിൽ ചെന്ന് ഒരു കാർ ടെസ്റ്റ് ഡ്രൈവിനെടുത്ത് ഹോണ്ടർ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
മാരുതിക്കാരനെ വിളിക്കുമ്പോൾ സാറേ വരുന്നില്ലേ, ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് വണ്ടി എടുക്കണ്ടേ, ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ട്, ഓണോ ക്രിസ്മസ് ഓഫേഴ്സൊക്കെ ഉണ്ട്. നമ്മളെന്ത് പറയും, എനിക്ക് ഇപ്പം വേണ്ട സുഹൃത്തെ, ഞാൻ വേറൊരു എനിക്കത് എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയല്ല എന്ന് പറഞ്ഞിട്ട് വേറെ. അപ്പോൾ മാരുതിക്കാരനെ പിന്നെ തെറി പറയണോ, അല്ല മാരുതി അവിടെ നിന്ന് ആൾക്കാർ വന്ന് തെറി പറയണം, നീ എന്തിനാ ടെസ്റ്റ് ഡ്രൈവ് വന്നാൽ നീ ടെസ്റ്റ് ഡ്രൈവ് എടുത്താണ് മാരുതി ആക്ഷേപിക്കുകയാണോടാ എന്നാണ് പറയേണ്ടത്. അല്ല, അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാളുടെ ടേസ്റ്റ്, അയാൾ വേറെ നോക്കി ഹോണ്ട ഇഷ്ടപ്പെട്ടാൽ അങ്ങ് ഹോണ്ടയിലോട്ട് പോയി, അത്രയേ ഉള്ളൂ. അതുപോലെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സിനിമ. ഇപ്പം ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും അത് വിൽക്കാൻ, കലയാണ്, കലാമൂല്യം എന്നിട്ട് കാര്യമില്ല. അങ്ങനെ കലാമൂല്യത്തോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പടം കാണിക്കണം നമ്മൾ തിയേറ്ററിൽ കയറ്റി. ബുക്ക് മൈ ഷോയ്ക്കകത്ത് നോക്കിയിട്ട് അവർ പറയുന്ന എമൗണ്ടിന് വിത്ത് ടാക്സ് എണ്ണി കൊടുത്തിട്ടാണ് പോയി കാണുന്നത്, അല്ലേ? അല്ലാതെ ഈ പറഞ്ഞ ആൾക്കാർ നിങ്ങൾ ഫ്രീ ആയിട്ട് കണ്ടു എത്ര രൂപ എണ്ണി കൊടുത്തിട്ട് ആൾക്കാർ കയറുന്നത്. നമ്മളിങ്ങനെ ഇപ്പം അലിബായ് നിങ്ങൾക്കറിയാം ഇവിടുത്തെ എത്ര ഡയറക്ടേഴ്സാണ് അനുഭവിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ എത്ര പേരെ അറിയാം? ഇവിടെയുള്ള ഭയങ്കര കുട്ടിയാവശ്യമുള്ള ഡയറക്ടേഴ്സിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ഒരു സിനിമ പരാജയപ്പെട്ടാൽ അതിന് മുമ്പ് അയാൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അയാൾ എന്ത് ലാസ്റ്റ് പണത്ത് ചെയ്തു അത് മാത്രമേ ഉള്ളൂ അയാളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അവരനുഭവിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ്, രോഗങ്ങൾ, മനസ്സിലായില്ല? ഒരു സിനിമ തരുന്ന മെൻ്റൽ ട്രോമ എന്താണെന്ന് വെച്ചിട്ടാണ് നമുക്കുണ്ടെന്ന് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും. എനിക്ക് ഓരോ സിനിമ എനിക്ക് ഫസ്റ്റ് സിനിമ എനിക്ക് ഫാറ്റി ലിവർ വന്നു, സെക്കൻഡ് സിനിമ എനിക്ക് കിഡ്നി സ്റ്റോൺ വന്നു, മൂന്നാമത്തെ കൽബ് കഴിഞ്ഞപ്പോൾ ഷുഗറും കൊളസ്ട്രോളൊക്കെ കൂടി. അപ്പം ഇത് ഇങ്ങനത്തെ രോഗങ്ങൾ മാത്രമേ ഡയറക്ടറുള്ളൂ. ഹിറ്റായി കഴിഞ്ഞാൽ അത് മൊത്തം അതിനകത്ത് ബാക്കിയുള്ള ടീമുകൾ കൊണ്ടുപോവുകയും ഫ്ലോപ്പായാൽ മൊത്തം പാതി നിലടിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കാൻ ഇവിടുത്തെ ഒരു സ്റ്റാർ സമ്മതിക്കുമോ? ഒരു പ്രൊഡക്ഷൻ കമ്പനി അലോട്ട് ചെയ്യുമോ? കുറ്റം മൊത്തം അയാളുടെ നിലയിലായിരിക്കും, മനസ്സിലായില്ലേ? ഹിറ്റായാലും മൊത്തം ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടി കൊണ്ടുപോകും. അപ്പം അതൊക്കെ മാറണം, മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്ന ലൈഫല്ല ഇവിടെ ഉള്ള ഒരു മേക്കേഴ്സിൻ്റെയും. പണ്ടൊക്കെ ഒരു ഡയറക്ടറിൻ്റെ പേര് സിനിമ അറിയപ്പെടില്ലേ, ഫാസിൽ സാറിൻ്റെ, അഭിഷേക് സാറിൻ്റെ, അല്ലേ? എന്ന് പറഞ്ഞാൽ ഫാസിൽ സാറിനെ കാണാൻ വേണ്ടി അന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ബസ്സിൽ ആൾക്കാർ വന്ന് വീണ്ടും അതൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും ഫാൻ ഫോളോയിങ് ആണ്. അപ്പം പുള്ളി പറയുന്നതിൻ്റെ അകത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ പടം ഇപ്പോഴും ഇറങ്ങുമ്പോൾ ലിജോ ജോസ് പള്ളിശ്ശേരി എന്ന് പറയുന്ന ബ്രാൻഡിൽ തന്നെയാണ് ഇറങ്ങുന്നത്. SS രാജമൗലിയുടെ പടം ഇറങ്ങുന്നത് SS രാജമൗലിയുടെ പേര് തന്നെയല്ല ഇറങ്ങുന്നത്. ശങ്കറിൻ്റെ പടം പൊട്ടിയിട്ട് പോലും ശങ്കർ മൂവി എന്ന് തന്നെയാണ് പറയുന്നത്. പ്രശാന്ത് നീലിൻ്റെ പടം പ്രഭാസ് വന്നാൽ പോലും പ്രശാന്ത് നീൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പടം ഇറങ്ങുന്നത്. ദിരീഷ് പോത്തൻ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പടങ്ങൾക്ക് ആ ഒരു ബ്രാൻഡിങ് ഉണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ ലോകത്തല്ലേ, എനിക്ക് മനസ്സിലായി. അദ്ദേഹം മലയാള ഇൻഡസ്ട്രിയിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്. അമൽനീതിൻ്റെ മൂവി ഇറങ്ങുന്നത്, അമൽനീതിൻ്റെ ഒരു മൂവി ഇറങ്ങുന്നത് മമ്മൂട്ടി വർക്ക് ചെയ്ത പടമാണ്, മോഹൻലാൽ വർക്ക് ചെയ്തല്ല. അമൽനീതിൻ്റെ പടത്തിന് അമൽനീതി മൂവി എന്ന് തന്നെയാണ് പറയുന്നത്. ബേസിൽ ജോസഫിൻ്റെ മൂവി ഇറങ്ങുന്നത് ബേസിൽ ജോസഫിൻ്റെ മൂവി തന്നെയാണ് പറയുന്നത്. വിനീത് ശ്രീനിവാസൻ്റെ മൂവി ഇറങ്ങുന്നത് വിനീത് ശ്രീനിവാസ് ചിത്രം എന്ന് തന്നെയാണ് വരുന്നത്. മോഹൻലാലിൻ്റെ മകൻ അഭിനയിച്ചാൽ പോലും വിനീത് ശ്രീനിവാസൻ്റെ പടം തന്നെ. ഇതൊന്നും ഇദ്ദേഹം കാണുന്നില്ല. ഇദ്ദേഹം ഇപ്പോഴും അപ്ഡേറ്റഡ് അല്ല. 10-20 വർഷം ബാക്കിലിരുന്ന് ചിന്തിക്കുന്നത്, വേറെ യുഗങ്ങളിൽ ബാക്കിലോട്ട് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, ഇല്ലെങ്കിൽ ഇത് അവർ ചെയ്യുന്നൊരു ട്രൈ ആണ്. ആ ട്രൈ ഒരിക്കലും ഒരു ദിവസം രാവിലെ ഒരു ക്യാമറ കൊണ്ട് വെച്ചിട്ട് ഒരു മോശം സിനിമ ചെയ്തത് അങ്ങനെയല്ല. ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് വന്ന് ചിലപ്പോൾ നന്നായി, ചിലപ്പോൾ ചീത്തയാവും, മനസ്സിലായില്ലേ? അതിന് ഇത്രയും ക്രൂശിക്കപ്പെടാൻ പാടില്ല ഒരു മേക്കേഴ്സിനെയും. അത് അവരുടെ ഫാമിലിയും. പടം ഇറങ്ങുന്നതിന് മുമ്പ് സൂപ്പർ സ്റ്റാറിൻ്റെ ആണെങ്കിലും ഏത് സ്റ്റാറിൻ്റെ ആണെന്ന് പറഞ്ഞാലും ഇവർ അങ്ങ് മറയ്ക്കും. തള്ളിയിട്ടാണ് ആളുകൾ വന്ന് കണ്ടു കഴിയുമ്പോൾ അവരെന്തെങ്കിലും മാന്യമായിട്ട്. ഞാൻ എൻ്റെ ഒരു മൂവി അടുത്ത ആഴ്ച റിലീസാണ്, നിങ്ങൾ കാണാൻ കഴിവതും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന മൂവിയാണ്. ഞാൻ ഇങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്, കുഴപ്പമില്ല. പക്ഷേ അങ്ങ് തള്ളി അങ്ങ് മറയ്ക്കുകയാണ്. ഈ അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ അസുഖങ്ങൾ ഗവൺമെൻറ് സർവൻ്റായിട്ട് ജോലി, ഇപ്പോൾ കേരള പോലീസിലൊക്കെ ജോലി, അവരൊക്കെ എത്ര നേരം ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്നവരാണ്. അവരൊക്കെ ചെയ്യുന്നതൊന്നും പണിയല്ലേ? കൂലിപ്പണി ചെയ്യുന്നവനാണെങ്കിൽ പോലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണി ചെയ്യുന്ന അവർക്കും ഉണ്ട് രോഗങ്ങളും ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും കണക്കുകൾ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഉണ്ട് അസ്വസ്ഥതകളും വയ്യായികളും ഒക്കെ ഉണ്ട്. ആരും ഭൂമിയിൽ ഫുൾ ഹെൽത്തി ആയിട്ടല്ല ജീവിക്കുന്നത്. പ്രായം മുമ്പോട്ട് കിടക്കുന്നതനുസരിച്ച് ശരീരത്തിന് മാറ്റങ്ങൾ വരും. ഇവർ ഹെൽത്ത് നോക്കേണ്ടതും ഇവരുടെയൊക്കെ ഹെൽത്ത് നോക്കിക്കേണ്ടതും പ്രേക്ഷകരുടെ ഡ്യൂട്ടി അല്ല. സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. ഏത് സൂപ്പർ താരം എടുത്താലും അവർക്കെല്ലാം ഒരു യൂട്യൂബ്. പക്ഷേ അവരായിരിക്കില്ല കൺട്രോൾ ചെയ്യുന്ന. അതിന് അവർ ഒരു പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജർ കാണും. യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പോസ്റ്റ് ഇടുന്ന വീഡിയോ ഇടുന്നതൊക്കെ ഓരോ മാനേജർ. പക്ഷേ ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ്, ഈ പണം എന്ന് പറയുന്നത് ഡോളർ, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഡോളേഴ്സ് മേടിക്കുന്നത് ഈ നടൻ തന്നെയാണ്, ഈ നടി തന്നെയാണ്, ഈ ഡയറക്ടർ തന്നെയാണ്, അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകനാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നവർ. ന്യൂസ് ചാനൽ എടുത്താൽ പോലും അവരും ഒരു യൂട്യൂബറാണ്.
ഏഷ്യാനെറ്റ് ആണെങ്കിലും മനോരമയാണെങ്കിലും ഏത് ന്യൂസ് ചാനലെടുത്താലും അവരും ഒരു യൂട്യൂബ്, കാരണം അവരുടെ എല്ലാം വീഡിയോസ് ഇടുന്നുണ്ട്. ഇപ്പോൾ സഫാരി ചാനൽ എടുക്കുമ്പോൾ പോലും അദ്ദേഹവും യൂട്യൂബിലാണ്. ഇവരെല്ലാം യൂട്യൂബേഴ്സ് ഇങ്ങനെയാണ്. ഇവരെല്ലാവരും ചെയ്യും. ആരാ യൂട്യൂബ്? ഒരു വീടെടുത്താൽ ഒരു വീട്ടിലൊരു യൂട്യൂബ് ചാനൽ മിനിമം കാണും. അതുകൊണ്ട് യൂട്യൂബേഴ്സിനെ പുച്ഛിച്ച് കാണേണ്ട ആവശ്യമില്ല. ദേ ആർ ഓൾ ക്രിയേറ്റേഴ്സ്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ കുടുംബത്തിൽ ആരെല്ലൊക്കെ, നിങ്ങളുടെ മകളോ നിങ്ങളുടെ മകനോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള അനിയനോ ചേട്ടനോ ആരെല്ലൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു വരുമാനം എടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം വരുമാനം എടുക്കുന്ന ഇവർ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ടാണ്. ഇതൊന്നും പാലിക്കാത്തതാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുമാനം കിട്ടുമോ? റിയാക്ട് ചാനൽ റിയാക്ട് ചെയ്യാനുള്ളൊരു ചാനൽ വെച്ചിരിക്കുന്നത്. പണ്ടൊക്കെ റിയാക്ഷൻ ചാനൽ ഉണ്ടായിരുന്നു, പത്രങ്ങൾ റിയാക്ട് ചെയ്യാറില്ലേ? ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഒരു പടത്തിൻ്റെ റിവ്യൂ റിപ്പോർട്ടർ ചാനൽ മനോരമ ന്യൂസ് റിവ്യൂ എഴുതുന്നു. ഇതൊക്കെ ഇവർ പൈസ കൊടുത്തുള്ള പ്രൊമോഷനിൽ. പിന്നെ പോസിറ്റീവ് റിവ്യൂ ന്യൂസ് ചാനൽ വഴി പ്രചരിപ്പിക്കുക എന്നുള്ളത് സിനിമാ പ്രവർത്തകരുടെ സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. ആ പടം ഫ്ലോപ്പ് ആണെങ്കിൽ, ആ പടത്തിന് ജനം നെഗറ്റീവ് പറയുകയാണെങ്കിൽ പോലും പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ്. ഹൈദരാലിയുടെ ചാനലിൻ്റെ അകത്ത് പോസിറ്റീവ് റിവ്യൂ, പടം അട്ടർ ഫ്ലോപ്പ് ആണെങ്കിലും പുള്ളി പോസിറ്റീവ് പറയുള്ളൂ. സത്യമായിട്ട് പറയുക, ജനത്തെ വഞ്ചിക്കില്ല. എനിക്കതേ പറയുള്ളൂ. അത് ന്യൂസ് ചാനലാണെങ്കിലും യൂട്യൂബറാണെങ്കിലും എന്ത് ആണെന്ന് വെച്ചാലും കണ്ട കാര്യം കണ്ട പോലെ പറയുക, സത്യസന്ധമായിട്ട് പറയുക. അതെവിടെയാണല്ലോ അത് ഇന്ന് ന്യൂസ് ചാനൽ ഇല്ലാത്തൊരു കാര്യമാണ്. അവർ സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ പിടിക്കുന്നത്, പടം ഫ്ലോപ്പായാലും നടനെയും വിളിച്ചു വരുത്തി പടം അടിപൊളി ഒന്ന് തള്ളിക്കൊണ്ട് കമൻറ്റ് ബോക്സ് എടുത്താൽ മനുഷ്യനിൽ നിന്ന് പറയുന്ന കമൻറ്റ് ബോക്സിൽ കാണണം നിങ്ങൾക്ക് നാണയില്ല പറ്റുക. എന്നാലും അവർ വീണ്ടും അത് തന്നെ ചെയ്യുന്നത്. കാരണം പണം. ഒരു സിനിമ ചെയ്യുന്നത് എന്തിനാ? പ്രോഫിറ്റ്. ചാനലുകാർ എന്തിനാ ഇത് ചെയ്യുന്ന? പ്രോഫിറ്റ്. ഇന്ന് യൂട്യൂബേഴ്സ് ചാനൽ ഉണ്ടാക്കി എല്ലാ നടന്മാരെന്തിനാ ഇട്ടിരുന്നത്? അവരുടെ വീഡിയോസ് അവർ തിരിയുന്ന മുളയുന്ന വീഡിയോസ് ഇട്ട് പ്രോഫിറ്റ്. ലോക്കൽ ഓൺലൈൻ മീഡിയാസ് ഈ ഹൈദരാലി പോലുള്ള ഇവരെന്തിനാ ഈ വീഡിയോസൊക്കെ ഇടുന്ന? പ്രോഫിറ്റ്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ്. പണം ആർക്കാണ് വേണ്ടാത്തത്? എല്ലാവർക്കും പണം വേണം. പക്ഷേ അതിനകത്ത് സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു മര്യാദ. ഓരോ വ്യക്തിയും മര്യാദ പാലിക്കേണ്ടത്. ആ മര്യാദ എൻ്റെ അറിവിൽ പല മീഡിയാസും ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസും പലരും പാലിക്കാറില്ല. കാരണം അവർ ആ മേഖലയായിട്ട് സിനിമയായിട്ട് പറ്റി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെ നിന്ന് പ്രോഫിറ്റ്. ഹൈദരാലി സിനിമയുടെ PR വർക്കാണ് അവർ ചെയ്യുന്നത്. അവരെ ചുറ്റുപാടുന്ന ഒരുപാട് പേരെ അത് ഭയങ്കരമായിട്ട് ബാധിക്കപ്പെടും. മനസ്സിലായില്ലേ? അല്ല, അതിൽ നിന്ന് അവരൊരു വരുമാനം ഉണ്ടാക്കുന്നു. സത്യം. ഉറപ്പായിട്ടും ഈ പറയുന്ന ഒരു എത്ര വരുമാനം കിട്ടും അതിൽ എത്രയോ നല്ല ജോലികളുണ്ട് അലീബായി ഇവിടെ. മനസ്സിലായില്ലേ? ഇപ്പം അതിൽ നല്ലത് ഈ പറയുന്ന ഇപ്പം വിമർശിച്ചോട്ടെ, ഞാൻ വിമർശിക്കട്ടെ. വിമർശനത്തിലൂടെയാണ് എല്ലാ ആർട്ട് ഫോംസും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ആ ഭാഷ മാറ്റി പറയും. മനസ്സിലായി? ഇപ്പം ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഇപ്പം ലെൻസ്മാൻ മനസ്സിലായി, ഇവിടുത്തെ ഭയങ്കര കുടികിട്ടിയ റിവ്യൂർ എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ, ഭയങ്കര ഇംഗ്ലീഷ് കുറച്ച് അറിയാവുന്നതിൻ്റെ ഒരു ബെനിഫിറ്റില്ല, വേറൊന്നും അയാൾക്കില്ല. മനസ്സിലായി? ഒരു തോട്ട് പ്രോസസ്സും അയാൾക്കില്ല. അയാൾ കൽബ് പോലത്തെ സിനിമയൊക്കെ അയാൾ പറയട്ടെ, ഡയറക്ഷൻ അയാൾക്ക് പോയി എല്ലാം ഹൈ ആയിട്ട് തോന്നി, മ്യൂസിക് ഉള്ള ക്യാമറ ഉള്ള എല്ലാം സംഭവിച്ചു, കുഴപ്പമില്ല. അതിനകത്ത് ഇരിക്കുന്ന പറഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് എൻ്റെ ബാക്കിൽ നിന്ന് 5 പേര് പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയ കാരണം കുഴപ്പമില്ല, ടിക്കറ്റ് എടുത്തതിൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നു? എന്തിനാണ് അയാളത് പറയുന്നത്? അത് പർപ്പസ്ഫുള്ളി എത്രത്തോളം താഴ്ത്തി കിട്ടും ആ സിനിമയെ? അത് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ അയാൾ പറഞ്ഞോട്ടെ, അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ 100 രൂപ അയാൾക്ക് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഭാഷകൾ മാറ്റട്ടെ, ടെക്നിക്കലി പറയട്ടെ, എനിക്ക് അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഇതിന് ടെക്നിക്കൽ സൈഡ് ഒന്നും അറിയില്ല അവർക്ക്. എന്തറിയാൻ? അതാണ് ഏറ്റവും ടെക്നിക്കൽ സൈഡ് ഒന്നും അറിയില്ല. ഞാൻ പറയുന്നത് ഒരു ദിവസം ഇയാളൊരു ലൊക്കേഷനിൽ വന്ന് നിന്നാൽ പിന്നെ ഒരു സിനിമ ഇവർക്ക് മോശം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ 2009 മുതൽ ഈ പരിപാടി ചെയ്യുന്ന ഒരാളാണ്. സിനിമാ ഭ്രാന്തൻ എന്ന് പറയുന്ന പേജുകൾ ഞങ്ങൾ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊരു സിനിമയും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല. ഒരു 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 ടെക്നീഷ്യൻസിൻ്റെയും ഒരു സംഭവം ഞങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. അത് വിറ്റ് കാശാക്കാൻ നോക്കിയിട്ടില്ല. ഇപ്പം നിങ്ങൾ പോലും മനസ്സിലായി, നിങ്ങളെക്കുറിച്ച് പല എതിരഭിപ്രായങ്ങളും മോശം അഭിപ്രായങ്ങളും കാണാം ഓൺലൈനിൽ. പക്ഷേ ഇതുവരെ അലീബായ് ഒരു സിനിമയെ മോശം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇവിടെ ചെയ്തിട്ട് പ്രൗഡായിട്ട് എന്നൊക്കെ ഒരു സിനിമയ്ക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ടോ? അവിടെ 1 രൂപയുടെ വാല്യൂ നോക്കി നിങ്ങൾ നിന്നിട്ടുണ്ടോ? ഇല്ലേ? അപ്പം ഞാൻ പലയിടത്തും പറയാറുണ്ട്, നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അതാണല്ലോ ചെയ്യേണ്ടത്. വെള്ളപൂശി ഇല്ലെങ്കിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് സംഭവങ്ങൾ മാത്രം പറയുന്ന ഒരു പരിപാടി. ഹൈദരാലി എടുത്ത വീഡിയോസ് ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് ഗൂഗിൾ ആഡ്സൻസ് കൊടുത്തിട്ട് ഇവിടെ വന്ന് പറയുമ്പോൾ അതിന് വരുമാനം കിട്ടുന്നില്ല. കഷ്ടമുണ്ട്. ഹൈദരാലി എടുത്ത വീഡിയോസ് എല്ലാം മോണിറ്റൈസ്ഡ് ആണ്. അതിനകത്ത് അദ്ദേഹം വരുമാനം എടുക്കുന്നുണ്ട്. അല്ലാതെ ഫ്രീ സർവീസായിട്ട് സിനിമാക്കാർക്ക് വേണ്ടി ചെയ്യുന്നതല്ല. പിന്നെ തിയേറ്ററിൽ പോയി പടം കാണുന്ന 100 രൂപ എടുത്ത് കണ്ടിട്ട് അയാൾ അഭിപ്രായം പറയുന്നു, അയാളുടെ പുറകെ ആൾക്കാർ
അത് ഫ്രീ ആയിട്ട് ഫ്രീ ടിക്കറ്റ് കിട്ടി. ഫ്രീ ടിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ പടത്തിന് ഫ്രീ ടിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ അണിയറ പ്രവർത്തകർ, അതായത് പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുന്നവർ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടല്ലേ. അപ്പം അതിന് പടത്തിന് ആളില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ ആളെ കയറ്റേണ്ട അവസ്ഥ വരുന്നത്. അത് താങ്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ. സിനിമാക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പടം കണ്ടാൽ പോസിറ്റീവ് പറയാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക, നെഗറ്റീവ് വരാണ് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. അതാണ് സിനിമാ പ്രവർത്തകർ ഇപ്പം മുമ്പോട്ട് വെക്കുന്ന ആശയം. ഈ നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ നീ സിനിമയെക്കുറിച്ച് പഠിക്കുക, സിനിമയുടെ ലൊക്കേഷനിൽ വന്ന് നിൽക്കുക, ഇതെല്ലാം പഠിച്ചിട്ട് അങ്ങനെ നോക്കിയാൽ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാവരും ഇതെല്ലാം പഠിച്ച് എന്നിട്ട് എന്ത് ചെയ്യും? ഒന്നും കാണുന്നില്ലല്ലോ. ഒരു 100 പടം എടുത്താൽ അതിൻ്റെ അകത്തൊരു 5 എണ്ണം മാത്രമേ ഉള്ളൂ താങ്കൾ ഈ പറയുന്ന ക്രിയേറ്റീവായിട്ടുള്ളൂ. ബാക്കിയൊന്നും ഈ പറയുന്ന ക്രിയേറ്റിവിറ്റി ഒന്നും അതിനകത്ത് കാണുന്നില്ല. ഞാൻ പറയുന്നതല്ല, ജനം പറയുന്നതാണ്. കുറച്ചൊക്കെ ജനങ്ങൾക്കിടയിലോട്ട് ഇറങ്ങി ചിന്തിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ആവറേജ് സിനിമയെ പോലും എങ്ങനെയും പൊക്കിയെടുക്കണമെന്നേ ഞാൻ കണ്ടിട്ടുള്ള ഷോസിന് 11 മണിക്കത്തെ ഷോയ്ക്ക് നമ്മൾ പല തിയേറ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ. ആ കാണുമ്പോഴും നിങ്ങൾ എങ്ങനെയും പൊക്കിയെടുക്കണം, ഇത്രയും എഫേർട്ട് ഇട്ട സിനിമയാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങളെപ്പോലത്തെ ആളുകളാണ് വരേണ്ടത്. അപ്പം നിങ്ങൾക്കുള്ള പ്രതിച്ഛായ എന്താണ് ഈ ഓൺലൈനിൽ? ഈ പറയുന്ന ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഈ കേവലം ഒരു മാക്സിമം ഒരു 300K 400K വീഡിയോ കിട്ടുന്ന ഒരു എത്ര രൂപ വരുമാനം കിട്ടാനാണ്? ആ വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന ഇവരെ കുറിച്ച് ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണ് ടെക്നോളജി. അതായത് ഇപ്പം അലിബായി ഇവിടുത്തെ ഒരു ഹോട്ടലിൽ പോയി ഒരു ബിരിയാണി കഴിച്ചിട്ട് പുറത്തിറങ്ങി നിങ്ങൾ ആ ഹോട്ടലുകാരനായിട്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ കിട്ടുമെങ്കിൽ ഇവിടുത്തെ ഹോട്ടലുകാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതാണ് യൂട്യൂബിൽ അൽഗോരിതം. ഈ ഇദ്ദേഹം പറയുന്നുണ്ട്, അലിഭായ് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ പറയുന്നു. അത് മാക്സിമം ഞാൻ തകർന്നു പോയൊരു പടം മാക്സിമം പൊക്കിയെടുക്കാൻ വേണ്ടി ഒരു പടം കാണാൻ നിൽക്കുന്നൊരു മനുഷ്യൻ, കാശിന് കൊള്ളുകയില്ല. ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് കാശിന് കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് പറഞ്ഞ് ജനത്തെ വിളിച്ച് താന്ന് കിടക്കുന്നതിനെ പൊക്കിയെടുക്കാൻ നോക്കുന്നുണ്ടൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ പൊക്കിയെടുക്കാൻ ഹൈദരാലിയെ പോലുള്ളവർ വന്നിട്ട് മോശം പടം നല്ല തിയേറ്ററിലോട്ട് ആളെ കയറ്റുമ്പം ആ പ്രേക്ഷകനോട് കാണിക്കുന്നതിൻ്റെ അകത്തുള്ള വഞ്ചനയില്ലേ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞത് റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുമ്പം അതിൻ്റെ അകത്ത് പാറ്റയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാശിന് കൊള്ളാത്ത രീതിയിൽ ഉണ്ടാക്കി വിടുമ്പോൾ ചിലപ്പം ജനങ്ങൾ പ്രതികരിച്ചെന്നിരിക്കും. കാരണം പൈസ മുടക്കിയിട്ട്, അല്ലാതെ ഹോട്ടലിൽ പോയി ഓസി കഴിച്ചിട്ടില്ല. ഇപ്പം ആ ഒരു ഹോട്ടലിൽ അന്നദാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പട്ടിണി കിടക്കുന്ന കുട്ടികൾക്ക്. ആ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് പിള്ളേർ അതിനെക്കുറിച്ച് മോശം അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുമ്പം ആ റെസ്റ്റോറൻറ്റുകാരൻ പറയുന്ന പൈസ എണ്ണി കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പം മോശം ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളിച്ചതോ പുളിച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ പുഴുവുള്ളതോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ജനം പ്രതികരിക്കും. കഴിച്ചിട്ട് ഇഷ്ടമല്ല എന്ന് പറയുന്നതിനുള്ള അവകാശം പബ്ലിക്കിനുണ്ട്. അത് മനസ്സിലാക്കുക. പണ്ടൊക്കെ അത് പറയാൻ അവസരമില്ലായിരുന്നു. ഇന്നിപ്പം തൻ്റെ മൊബൈലിൽ പറയാനുള്ള അവസരം വന്നു. പണ്ട് ഈ റെസ്റ്റോറൻറ്റൊക്കെ കയറി കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഗതികളുണ്ട് ഇറങ്ങിപ്പോയി, നമ്മുടെ ബുദ്ധിമുട്ട് നമുക്ക് എവിടെയും പറയാൻ അവസരം. ഇന്നിപ്പം ഓരോ മനുഷ്യർക്കും അവനോട് പ്രതികരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇന്നും ചിന്തിക്കുന്നത് 90കളിലും 2010 താഴോട്ടുള്ള വർഷങ്ങളിലാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത്. അതിൽ നിന്നും മാറി 2024 എന്ന് പറഞ്ഞ വർഷത്തിലുള്ള ഇപ്പോൾ 2025 കിടക്കുകയാണ്. അങ്ങോട്ടൊന്ന് വന്ന് ചിന്തിച്ച് നോക്കുക. അവിടെ 2025 താങ്കൾ പുറകോട്ട് നിന്ന് നോക്കി ഈ വർഷം എത്ര കടന്നുപോയി. ഈ വർഷങ്ങളിൽ 2010 ശേഷം ജനം എങ്ങനെയാണ് പബ്ലിക്കിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ അല്ല നിങ്ങളിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പഴയ കാലഘട്ടം, നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ നിങ്ങളുടെ കോളേജ് കാലഘട്ടത്തിൽ നിന്ന് വിട്ട് 2024 പോവുക. ഹൈദരാലിയോടാണെങ്കിലും ഈ പറയുന്ന ഡയറക്ടറിനോടാണ് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ. നെഗറ്റീവ് ഡിസ്ലൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുമാനം കൂടുന്നത്. അപ്പോൾ അവരത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് അതിനകത്താണ് വേറൊന്നും അവർക്ക് പറയാറിയില്ല. ഒരു സിനിമയുടെ നല്ല ക്വാളിറ്റി പറയാറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. അല്ല, ഇവിടെ വേറൊരു കാരണം, ഇപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന ആളുകളിലെ മോഷൻ റിവ്യൂ പറയുമ്പോൾ ഇവിടെ ഞാൻ നിർമ്മാതാക്കളെ കൂടെ കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കണം. ചില താരങ്ങളുമുണ്ട് മോഷൻ റിവ്യൂ പറയുമ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയും. അവൻ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് പോസിറ്റീവ് സിനിമ പറഞ്ഞാൽ ആ റീലെടുത്ത് കട്ട് ചെയ്ത് ഈ നിർമ്മാതാക്കളിൽ ആ പേജിൽ ഷെയർ ചെയ്യുക, ആക്ടേഴ്സ് ഷെയർ ചെയ്യുക. അപ്പോൾ അവരെ വളർത്തുന്നത് ഈ ചില നിർമ്മാതാക്കളും ചില ആക്ടേഴ്സുമാണ്. അല്ല, ശരിയാണ്. ഇപ്പം നമുക്കും അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? പല പോയിന്റിലും അലിമായി ഞാൻ പറഞ്ഞില്ലേ, അതിനപ്പുറം ഇവിടെ വേണ്ടത് ഇപ്പം ആ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിക്ക് അപ്പുറം വേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല്ലുട്ടി എന്നുള്ള സിനിമ, ഈ സിനിമ ഞാൻ തമിഴിലേക്ക് ഡബ് ചെയ്ത ശേഷം റെഡ് ജെയിൻറ്റ് പോലത്തെ വലിയ കമ്പനികളിൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയുന്നത് സജിത നല്ല സിനിമയാണ്. മാരി സെൽവരാജ് ഈ സിനിമ ലിജു സ്പെലിഷിയുടെ പ്രസൻറ്റ് ചെയ്ത നമുക്ക് ഇത് ചെയ്യേണ്ടി വന്നില്ല. ചില പോയിന്റുകൾ ഇദ്ദേഹവും ഈ ഇത്ര നേരം ഘോരമായിട്ട് ഓരോന്നിനെക്കുറിച്ചും പറയുന്ന അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ട്
റിവ്യൂവേഴ്സിൻ്റെ നല്ലത് പറയുന്ന പീസ് വെട്ടിയെടുത്തിട്ട് ഇട്ടാറുണ്ട്. ഒരു വിഭാഗം പ്രൊഡ്യൂസേഴ്സ് ഇല്ല, ഒരു 75% മുകളിലുള്ള പ്രൊഡ്യൂസേഴ്സും സിനിമാ പ്രവർത്തകരും അശ്വൻ ഗോക്കോ, ഉണ്ണീസ് വ്ലോഗോ അല്ലെങ്കിൽ സേക്രട്ട് ഏജൻറ്റോ പറയുന്ന കാര്യങ്ങളിൽ വിറ്റ് പൈസയാക്കിയിട്ടുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആ കണ്ടൻറ്റ് പ്ലസ് അവരുടെ കണ്ടൻറ്റ് കൂടെ ക്രിയേറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക, നിങ്ങളതിൽ നിന്ന് വരുമാനം പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവരൊക്കെ നല്ലത് പറയുമ്പം അത് വെട്ടിക്കയറ്റിയിട്ട് വരുമാനം ഉണ്ടാക്കി അവരൊക്കെ മോശം പറഞ്ഞ് ഇവിടെ വന്നിരുന്നിട്ട് തള്ളും. അവർ മോശം പറഞ്ഞത് എന്നോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ ആളെ കയറ്റാൻ നോക്കിയിട്ട് വീണ്ടും ജനങ്ങളെ ചതിക്കുന്നു. പണ്ട് കുട്ടനാടൻ മാർപ്പാപ്പ എന്നത് പടത്തിൽ പറയുന്നത് രണ്ടും കൂടെ വേണ്ട. ഏതൊക്കെയാലും എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, സിനിമാ പ്രവർത്തകർ എപ്പോഴും ജനങ്ങളെ കുറ്റപ്പെടുത്തുക, റിവ്യൂ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുക. തിയേറ്ററിൽ വന്ന് പടം കാണാൻ വരുന്ന ജനത്തെ ഇവരിപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കുന്നില്ല, അവരുടെ ഡിമാൻഡ് മനസ്സിലാക്കുന്നില്ല. ഡിമാൻഡ് എടുത്തിട്ട് സപ്ലൈ കൊടുക്കുക. ഇപ്പം പബ്ലിക് തന്നെ പറയുന്നുണ്ട് അവർ ഇന്ന പ്രശ്നങ്ങളാണ്, അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. നിങ്ങൾ തന്നെ ഉയർത്തി വിട്ടിരിക്കുന്ന ഓൺലൈൻ മീഡിയാസ് അവർ വരുമ്പം പറയുന്നുണ്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ഇതാണ് ആ കഥയിലെ പ്രശ്നം. കാരണം ജനം ലോകത്തിലുള്ള പല ചിത്രങ്ങളും കാണാം. പണ്ടത്തെ ഏഷ്യാനെറ്റിലും സൂര്യ നിങ്ങൾ ചിത്രീകരിച്ച ചിത്രങ്ങൾ പുറത്തോട്ട് വരുമ്പോൾ മിനി സ്ക്രീനിൽ ആദ്യമേ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം എന്നുള്ള ചലച്ചിത്രം കണ്ട് മടുത്തിരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോം വരികയും യൂട്യൂബ് വരികയും മറ്റ് ലോക സിനിമകളെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് ജനത്തിൻ്റെ സ്റ്റാൻഡേർഡ് OTT പ്ലാറ്റ്ഫോമിലൂടെ വന്ന പിന്നെ ജനം അന്താരാഷ്ട്ര ചിത്രങ്ങൾ മുഴുവൻ കാണാൻ തുടങ്ങി. ചെറിയ സിനിമ ചെയ്യുന്നവർക്കുള്ള ബ്രീത്തിങ് സ്പേസ് വേണം. ചെറിയ സിനിമ ചെയ്യുന്നവർ നല്ല ക്വാളിറ്റിയിൽ, ഇപ്പോൾ സൂപ്പർ സ്റ്റാർസ് ഒന്നും ഇല്ലാതെയും പടം ചെയ്യാം. നമുക്കറിയാം കില്ലെന്നൊരു പടം ചെയ്തിരിക്കുന്നത് ഒരു സീരിയൽ നടനാണ് അദ്ദേഹം. അതിൻ്റെ സീരിയലുകൾ 10 വർഷം ചെയ്തു. അതിനുശേഷം സിനിമകളിൽ 2-3 പടങ്ങൾ ചെയ്താണ് അദ്ദേഹം. അതിൻ്റെ അകത്ത് ആശിഷ് വിദ്യാർത്ഥി, അയാൾ മാത്രമുള്ള നമുക്ക് പരിചിതമായ ഒരു ഫേസ്. ബാക്കി ആരും പരിചിതമല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ബാക്കിയുള്ളവരൊക്കെ നമ്മളിവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പടത്തിൻ്റെ മേക്കിംഗ് പാറ്റേൺ അതാണ് ആ പടത്തെയൊക്കെ വിജയിപ്പിക്കുന്നത്. അതിപ്പോൾ ഞാൻ മോശം പടം ചെയ്താലും നിങ്ങൾ മോശം പടം ചെയ്താലും ആര് മോശം പടം ചെയ്താലും ജനം മോശം എന്ന് അവർക്ക് മനസ്സിലാകും. ഞാനൊരു പടം ചെയ്യുമോ, ഞാൻ ആ പടം അടിപൊളിയാണെന്ന് വെച്ചിരിക്കുന്നത്, പക്ഷേ ഞാൻ ചെയ്തിരിക്കുന്ന ആ അടിപൊളി പടം എനിക്ക് ജനത്തിൻ്റെ കയ്യിൽ നിന്ന് നെഗറ്റീവ് വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനം അഭിപ്രായം പറയലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലിട്ട് എൻ്റെ വീട്ടുകാരുമായിട്ട് മാത്രം ഇരുന്ന് കാണുക. വേറെ ആരെയും ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയാ സൂപ്പറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. തിയേറ്ററിൽ വരുന്ന പബ്ലിക് അവർ ഈ പടം കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തിയേറ്ററിൽ കൊണ്ടിടുന്നത്. തിയേറ്ററിൽ കൊണ്ടിടുമ്പം ജനം വന്ന് കാണുമ്പം അവർ പറയുന്ന അഭിപ്രായം ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്ക് വേണം. മാറുന്ന ലോകത്തിനനുസരിച്ച് നമ്മുടെ ചിന്താഗതി മാറുക, നമ്മുടെ വർക്കുകൾ മാറ്റുക, നമ്മുടെ വർക്ക് ക്വാളിറ്റി മാറ്റുക, നമ്മൾ നല്ല നല്ല ചിത്രങ്ങൾ മുമ്പോട്ട് വെക്കാൻ നോക്കുക. ജനം ആക്സെപ്റ്റ് ചെയ്യും. മാർക്കോ പോലുള്ള പടം അത്രയ്ക്കും വയലൻസ് ഉള്ളൊരു മൂവി പബ്ലിക് ആ പടം ആക്സെപ്റ്റ് ചെയ്ത് കണ്ടില്ലേ. നമ്മൾ കേരളത്തിൽ ഈ വയലൻസൊക്കെ ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ജനം ആക്സെപ്റ്റ് ചെയ്ത് തിയേറ്ററിൽ വരുന്നില്ലേ. നല്ല ചിത്രങ്ങൾ നല്ല ക്വാളിറ്റി ചെയ്ത് വെക്കുക. ആക്ടിങ്ങിലാണെങ്കിലും ഡയറക്ഷനിലാണെങ്കിലും സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും ക്യാമറയാണെങ്കിലും ക്വാളിറ്റി മേക്ക് ചെയ്യുക. അത് ക്വാളിറ്റി മറ്റേ 100 കോടി 200 കോടിയിലും ചെയ്യണമെന്നല്ല പറയുന്നത്. ചെയ്യുന്ന സാധനത്തിനൊരു ക്വാളിറ്റി, എന്ത് പണിയാകട്ടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ക്വാളിറ്റി വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെന്നുണ്ടെങ്കിൽ തിയേറ്റർ റെസ്പോൺസ് കിട്ടാൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പം നമ്മൾ കലയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ആരും കുറ്റപ്പെടുത്തുന്ന പറ്റുകയല്ല. കമൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. തെറിപിടിയല്ല, ഹെൽത്തി ആയിട്ടുള്ള കമൻസ് റിവ്യൂ ആയിട്ട് വരും, കമൻറ്റ് ബോക്സിലായിട്ട് വരും. ജനങ്ങൾ നേരിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, തെറി പറയുന്നവൻ്റെ കാര്യമല്ല പറഞ്ഞത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾ ചെയ്ത പടത്തിന് ഇങ്ങനെ പോരായ്മയുണ്ട്, അങ്ങനെ ഒരു പോരായ്മ, ഇങ്ങനെ ചെയ്ത് നന്നായിരുന്നു, ഇതിന് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നം കൊണ്ടാണ്. അത് നമ്മൾ വിലയിരുത്തി നമ്മൾ മനസ്സിലാക്കി അത് നമുക്ക് എന്താണ് അടുത്ത പടത്തിൽ ചെയ്യാൻ പറ്റും, നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്താണ് മിസ്റ്റേക്ക് ഉണ്ട്, അത് ക്ലിയർ ഔട്ട് ചെയ്യാം. അതിന് അങ്ങനെ ക്ലിയർ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പേഴ്സൻ്റെ ഒപ്പീനിയൻ വേണം. ആ തേർഡ് പേഴ്സൻ്റെ ഒപ്പീനിയനായിട്ട് പബ്ലിക്കിൻ്റെ റെസ്പോൺസിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ എൻ്റെ പടം ഡീഗ്രേഡ് ചെയ്യുകയാണ്, എൻ്റെ പടം എല്ലാവരുടെ കൂടെ നശിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വയം ഇറിറ്റേറ്റഡ് ആകുക. അത്രയും പ്രശ്നമേ ഉള്ളൂ. മലയാള സിനിമയിൽ നല്ല പടങ്ങൾ വരാനും ഞാനും എന്നും ആഗ്രഹിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.